വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാൻ ഒരു തക്കാളിക്കറി ഉണ്ടാക്കാനാണ് പോന്നെ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളിക്കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയൊരു കറി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 5 തക്കാളി കഴുകി കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഇതിനകത്ത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, കടലപ്പരിപ്പ് നല്ലതുപോലെ വറുത്തെടുക്കണേ. ഇപ്പോൾ കടലപ്പരിപ്പൊന്ന് കഴുകിയേ, അതായത് ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. ഈ മൂത്ത് വന്നുകൊണ്ടിരിക്കുന്ന കടലപ്പരിപ്പിലോട്ട് ഒരു 4 എന്തിരിമുളക്, തിരിയമുളകേ, നിങ്ങൾക്ക് എരിക്കനുസരിച്ച് മറ്റേ മുളക് ഇട്ട് കൊടുക്കേ. ഇനി ഇതിനകത്തോട്ട് ഒരു ചെറിയൊരു കഷ്ണം പട്ട, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ സാദാ ജീരകം. ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കേ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഈ ഒന്ന് കുറയ്ക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 കറിവേപ്പില, ഇനി ഇതെല്ലാം കൂടെ ഈ പ്ലേറ്റിലോട്ട് കോരിയെടുക്കേ. ഇതൊന്ന് തണുക്കട്ടെ. ഇനി ഇതിനകത്ത് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചെടുക്കാം, നല്ലെണ്ണാണേ. ഇതിനകത്തൊരു 10-20 കുഞ്ഞുള്ളി, സാമ്പാറുള്ളി, ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി മുറിച്ചിട്ടത്, പിന്നെ ഒരു 8-10 വെളുത്തുള്ളി, അതും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ല വഴന്ന് വരട്ടെ. ഇത് നോക്കിയേ, നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു ചെറിയൊരു മുറി തേങ്ങ, അതും ഇട്ട് കൊടുത്തേ. തേങ്ങ തിരിങ്ങിയത് ഇട്ട് കൊടുത്തു. തേങ്ങ തിരികിയത് അധികം ഒന്നും
ഒന്ന് ചെറുതായിട്ടൊന്നും അതിൻ്റെ പച്ചമണമൊന്നും മാറിയാൽ മതി. ചെറിയൊരു വാട്ടം. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതിയേ. തീ മീഡിയത്തിന് താഴെ കിടക്കുകയാണേ. ഇച്ചിരി ഒന്ന് കൂട്ടാം. മീഡിയത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. ഞാൻ ക്യാമറ ഓഫാക്കുന്നില്ല, നിങ്ങൾക്ക് ആ ടൈം അറിയാൻ പറ്റുമല്ലോ. ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റിയൊരു കറിയായതേ. ഇത്രയും മതിയേ. ഇനി ഇതിലോട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഇല്ലേ, അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇനി തീ കുറച്ചിട്ടിട്ട് നല്ലതുപോലെ തക്കാളി നല്ല സോഫ്റ്റ് ആവണേ, അതുവരെ വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതൊന്ന് വഴന്ന് വരട്ടെ. ഈ തക്കാളിയും ഉള്ളിയൊക്കെ ഇല്ലേ, നമുക്ക് ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് പിന്നെ അടച്ചു കൊടുക്കേ, കവർ ചെയ്ത് കൊടുക്കുക. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. തീ സിമ്മിൽ വെക്കണ്ട, ഒത്തിരി കൂടെ ഒന്ന് കൂട്ടി വെക്കേ. മീഡിയത്തിനും താഴെ ഇങ്ങനെ കിടക്കട്ടെ. ഒരു 2 മിനിറ്റ് കിടക്കട്ടെ. നമ്മൾ തക്കാളി നോക്കേ. തീ ഒന്ന് ശകലം കൂട്ടെ, മീഡിയത്തിൽ വെക്കാം. ഇനി ഇതിനകത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ഇതിനകത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കേ. തക്കാളി നല്ല സോഫ്റ്റാണ്. ഇതുമായിട്ട് നല്ല ഉടച്ച് ചേരണം, തേങ്ങയൊക്കെ ആയിട്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫാക്കേ. മതി, നമ്മൾ തക്കാളി എല്ലാം നല്ല വെന്തേ. ഇനി സ്റ്റൗ ഓഫാക്കിയിടാം. ഒന്ന് തണുത്ത് കിട്ടട്ടെ. ഓക്കെ, നമ്മുടെ തക്കാളിയും കുഞ്ഞുള്ളിയും എല്ലാം തേങ്ങയൊക്കെ നല്ല തണുത്തേ. ഈ കൂട്ട് നല്ല തണുത്ത് കഴിഞ്ഞ് ഇനി ഇത് ആദ്യം നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്ന മസാലയില്ലേ, ഇതൊന്ന് പൊടിച്ചെടുക്കേ. ഇത് ഈ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് കറക്കിക്കൊണ്ട് വരാം ആദ്യം. നോക്കേ, നമ്മുടെ ആ മസാല പൊടിച്ചെടുത്ത് ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ ഈ
വഴറ്റി വെച്ചേക്കുന്ന തേങ്ങയും തക്കാളി ഉള്ളിയൊക്കെ ഇല്ലേ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ല പേസ്റ്റാക്കി എടുക്കണേ. നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടെ. നമുക്ക് കടായി മാറ്റാം, സ്റ്റൗ കത്തിക്കാം. പാത്രം ചൂടാട്ടെ. ഈ ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കേ. മതിയേ, എണ്ണയൊന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 1.5 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തേ. ഈ പൊട്ടിയ കടുകിലോട്ട് ഒരു മുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വെളിച്ചെണ്ണയും ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു വലിയ സവാള അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. ഈ സവാളയൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വരട്ടെ. ഓക്കെ, നമ്മുടെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ ഈ പേസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന മസാലക്കൂട്ടില്ലേ അതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നു മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കേ. ഇനി കുറേയേറെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. നല്ലോണം മിക്സ് ചെയ്തിട്ട് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം വേണം ഇതിന്. കുറേ വെള്ളം ഒഴിക്കേ. മതി. ഇതിനാവശ്യം ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കേ. ഇത് മണമെന്നറിയാം, ഇത് നല്ല മണം, നല്ല സുഖമുള്ള മണം. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. നമ്മുടെ കറി നോക്കേ, നല്ല മണമാണ് വരുന്നത്. ഓക്കെ, നല്ല സൂപ്പറായിട്ടുള്ളൊരു കറിയാണിത്.
ഇതിനകത്തിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. നല്ല അടിപൊളി കറി. ഇതിന് ഉപ്പ് കുറവായേ, കുറച്ച് കുറവുണ്ട്. ഇനി ഇതിൽ വേറെ പണിയൊന്നുമില്ല. നല്ല ഫ്രഷ് മല്ലിയില കുറച്ചിട്ട് കൊടുക്കേ. ഇതൊന്ന് അടയ്ക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫാക്കാം. 1-2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നമ്മുടെ തക്കാളിക്കറി നോക്കാം. ഓക്കെ, നല്ല മണം. ഇതൊരു സർവിങ് ബൗളിലോട്ട് ഒഴിക്കാം. ആത്ത് വെക്കാം. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയൊരു കറിയാട്ടോ. നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.